നമസ്കാരം. പാസ്വേഡ് പബ്ലിഷിംഗ് ഹൗസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു പുതിയ എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NCERT നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ടുവന്നതിന് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇനിയും വരാനിരിക്കുന്നത്. പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ തലം വരെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ പോളിസി മുന്നോട്ട് വയ്ക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ സ്കൂൾ സിസ്റ്റത്തിന്റെ ഭാഗമല്ലാതിരുന്ന പ്രീ പ്രൈമറി ക്ലാസ്സസ്, പ്ലേ ക്ലാസ്, LKG, UKG എന്നിവ കൂടെ ചേർത്തുകൊണ്ട് സ്കൂൾ സിസ്റ്റത്തെ, അക്കാഡമിക് സിസ്റ്റത്തെ പല തലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതാണ്. അതിങ്ങനെയാണ്: പ്ലേ ക്ലാസ് തൊട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ആദ്യത്തെ 5 വർഷം ഫൗണ്ടേഷണൽ സ്റ്റേജ്, 3, 4, 5 ക്ലാസ്സസ് പ്രിപ്പറേറ്ററി സ്റ്റേജ്, 6 to 8 മിഡിൽ സ്റ്റേജ്, 9 to 12 സെക്കൻഡറി സ്റ്റേജ്. ഇതോടുകൂടെ ചേർത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കുട്ടിയുടെ സമഗ്രമായ വികാസത്തെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. ഒരു 360 ഡിഗ്രി മൾട്ടി ഡയമെൻഷണൽ എന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തന്നെ പറയുന്ന ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് അഥവാ ഒരു ഇവാലുവേറ്റിംഗ് സിസ്റ്റം വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് ഇന്നത്തെ അതിഥിയായി മിസ്റ്റർ ബിനുമോൻ VR, ക്രിസന്റ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. ഏകദേശം 20 വർഷത്തിലധികമായി വിദ്യാഭ്യാസ രംഗത്തുള്ള അദ്ദേഹം ഈ വിഷയത്തിൽ ആഴത്തിലേറിയ അറിവും ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡും നന്നായി അറിയുന്ന ഒരു എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, ഒരു ടീച്ചറാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. സർ, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു വിജീഷ് സർ. നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ മാറ്റങ്ങൾ ഒരുപാട് വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനും സംശയങ്ങളുമാണ്. തീർച്ചയായിട്ടും ടീച്ചേഴ്സിന് ഏറ്റവും സംശയമുള്ള ഒരു മേഖലയാണ് ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. അത് സാറിന് നന്നായിട്ട് അറിയാം. നമ്മൾ നോക്കുമ്പോൾ ട്രഡീഷണൽ ഒരു പ്രോഗ്രസ് കാർഡിനേക്കാൾ ഒരുപാട് പേജുകളുള്ള ഒരു പ്രോഗ്രസ് കാർഡാണ്, ഒരുപാട് മേഖലകൾ അസസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ സംസാരിക്കേണ്ടത് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിന് ഇന്നത്തെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലുള്ള റോൾ എന്താണ്, ഇതെങ്ങനെയാണ് ട്രഡീഷണൽ കാർഡിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇന്ന് എല്ലാ സ്കൂളുകളും നമ്മൾക്ക് അധ്യാപകരാണ്, എല്ലാ ദിവസവും കുട്ടികളും അധ്യാപകരും പേരൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. പൊതുവേ ഒരു മാറ്റം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം വന്ന മാറ്റത്തെക്കുറിച്ച് വ്യാപകമായി ചർച്ച നടക്കുന്നുണ്ട്. അത് നെഗറ്റീവായും പോസിറ്റീവായിട്ടൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടത്, ഈ അടുത്ത കാലത്ത് എനിക്ക് കൂടുതൽ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്ന വിഷയമാണ്. കാരണം അത് പ്രധാനമായിട്ടും ഫൗണ്ടേഷണൽ സ്റ്റേജ് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചർച്ച നടക്കുന്നത്. ടീച്ചേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഈ പ്രോഗ്രസ് കാർഡ്, എന്തിനാണ് ഈ കാർഡ്? അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. കാരണം ഒന്ന്, അവർക്ക് ഒത്തിരി ജോലി ചെയ്തെടുക്കാറുണ്ട്, അക്കാഡമിക് സ്ട്രെസ് കൂടുതലുണ്ട്. വിവിധ ജോലികൾക്കിടയിൽ പണ്ടുണ്ടായിരുന്ന വളരെ സിമ്പിളായിട്ടൊരു കാർഡിന് പകരമായിട്ട് ഇത്രയും വലിയൊരു കാർഡ് എന്താണ്? അത് ബിനീഷ് സാർ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ തന്നെ മനോഹരമായിട്ട് പറഞ്ഞു. അപ്പോൾ അത്ര വലിയൊരു കാർഡ്, അല്ലെങ്കിൽ 10, 15 അല്ലെങ്കിൽ 9, 10, 15 പല രീതിയിൽ പേജുകളുടെ വ്യത്യസ്തമായ പേജ് നമ്പറുകൾ കൂടുതലുള്ള അത്തരത്തിലുള്ളൊരു കാർഡിൻ്റെ ആവശ്യമുണ്ടോ? അത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ റെലവൻ്റ് ആയിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. എസ്പെഷ്യലി നമ്മളെപ്പോലുള്ള സ്കൂൾ ഹെഡ് റോൾ വഹിക്കുന്ന പ്രിൻസിപ്പൽസ് ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള ചലഞ്ചുകളുണ്ട്, ടീച്ചേഴ്സിന് മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും വലിയ റെലവൻറ്റ് പോയിന്റ് അതായിട്ട് ഞാൻ കാണുകയാണ്. ഒരു സോറി, ഇന്ററപ്റ്റ് ചെയ്തതല്ല, പക്ഷെ എങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതിനൊരു പ്രസക്തിയുമുണ്ട്. കാരണം നമുക്കൊരു ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നവർക്കറിയാം മോർണിംഗ് ടു ഈവനിങ് ടീച്ചേഴ്സ് എങ്ങനെയാണ് ഒരു സ്കൂളിൽ കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പൊ അതിന് ഇത്രയും വലിയൊരു അസസ്മെന്റ് നടത്താൻ അവർക്ക് സമയക്കുറവുണ്ട്. പിന്നെ നല്ല ഗൈഡൻസ് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ അതാണ് ടീച്ചേഴ്സിന്റെ ഒരു ടെൻഷനും ആശങ്കയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിദ്യാഭ്യാസ നയം ഒരു സമഗ്ര വിദ്യാഭ്യാസ നയമായിട്ട് നമുക്ക് കാണാം. മറ്റുള്ള വിദ്യാഭ്യാസ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ അനിവാര്യത അനുസരിച്ചാണ് വിദ്യാഭ്യാസ നയങ്ങൾ രൂപപ്പെടുക. ഈ വിദ്യാഭ്യാസ നയം പഴയ വിദ്യാഭ്യാസ നയങ്ങൾ ഇഗ്നോർ ചെയ്ത് അവഗണിച്ച ചില ഭാഗങ്ങൾ സ്പർശിക്കുകയുണ്ടായി. അത് പ്രധാനപ്പെട്ടത്, പഴയ വിദ്യാഭ്യാസ നയങ്ങൾ പ്രധാനമായിട്ടും കൂടുതലായിട്ടും സ്പർശിച്ചിട്ടുള്ളത് കോഗ്നിറ്റീവ് മേഖലയിലാണ്. അപ്പം അതിൽ നിന്ന് മാറിയിട്ട് വിദ്യാർത്ഥിയുടെ സമഗ്ര വികാസത്തിന് പറ്റുന്ന രീതിയിൽ കുട്ടികളെ ഇങ്ങനെ വാർത്തെടുക്കാം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അസസ്മെന്റിലുള്ള മാറ്റമാണ്. കാരണം നമുക്കറിയാം, പരീക്ഷ ഓറിയന്റഡ് ആണ് നമ്മുടെ സിസ്റ്റം മൊത്തം നമുക്ക് പറയാറുണ്ട്. പ്രധാനമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയാണ്. പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് പരീക്ഷ എങ്ങനെ വരുന്നു അതനുസരിച്ചായിരിക്കണം ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടെന്നുള്ള രീതിയിലാണ്.
അങ്ങനെ ചിന്തിക്കുമ്പോൾ പരീക്ഷയുടെ ആ ഒരു സിസ്റ്റം, അതിൽ വരുന്ന മാറ്റം തീർച്ചയായിട്ടും സ്കൂൾ തലത്തിലുള്ള അധ്യാപന രീതികളിലും ലേണിംഗ് സിസ്റ്റത്തെ മൊത്തത്തിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫൗണ്ടേഷണൽ സ്റ്റേജിൽ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ്. അധ്യാപന രീതികളിൽ വരുന്ന മാറ്റം, ആ മാറ്റം എങ്ങനെയാണ്, ആ മാറ്റം അസസ് ചെയ്യപ്പെടണം. അപ്പോൾ അസസ്മെന്റിൽ ഒരു മാറ്റം വന്നാൽ മാത്രമാണ് അധ്യാപന രീതികളിൽ മാറ്റം വരികയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ ഹോളിസ്റ്റിക് പ്രൊഫൈലിനെ അസസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ക്ലാസ് നടക്കേണ്ടത്, റെഗുലറായിട്ട് ക്ലാസ് നടക്കേണ്ടത്. അത് റിഫ്ലക്ട് ചെയ്യപ്പെടണം. ക്ലാസ് റൂമിൽ നടക്കുന്ന ക്ലാസ് റൂം പ്രാക്ടീസുകൾ, അസസ്മെന്റ് പ്രാക്ടീസുകൾ, ടീച്ചേഴ്സ് ചെയ്യുന്ന ടീച്ചിങ് മെത്തഡോളജീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്ന മെത്തേഡ്സ് എല്ലാം തന്നെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അസസ്മെന്റ് ആയിരിക്കണം. അതാണ് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്നൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അസസ്മെന്റ് സിസ്റ്റത്തിലുള്ള മാറ്റം അത് വിഭാവനം ചെയ്യുന്നുണ്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ അത്തരത്തിൽ ക്ലാസ് റൂം പ്രാക്ടീസസ് തന്നെ ഒരു അസസ്മെന്റ് ആയി മാറുന്നു, ടീച്ചിങ് തന്നെ അസസ്മെന്റ് ആയി മാറുന്നു. അങ്ങനെ മാറുമ്പോൾ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അസസ്മെന്റുകൾ ദിനം പ്രതി അല്ലെങ്കിൽ ഓരോ നിമിഷവും ഓരോ മൊമെന്റിലും അത് രേഖപ്പെടുത്തേണ്ടത്. അത്തരം രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു കാർഡാണ് ശരിക്കും പറഞ്ഞാൽ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത്. കുട്ടിയുടെ സമഗ്ര മേഖലയിലുള്ള വികസനം. ആ വികസനത്തിന് പല ഡൊമൈൻസ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ടെക്നിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പിന്നെ സാറിന് അറിയാം. അപ്പൊ ഞാൻ അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിനു മുൻപുള്ള പഠന രീതിയിൽ, അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ വന്ന സമയത്തും എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇന്ന് ഈ അസസ്മെന്റ് നടത്തുന്നതിന് ടീച്ചേഴ്സിന് പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യവും അതാണ്. ഡെയിലി കാര്യങ്ങൾ കുട്ടിയുമായി ബന്ധപ്പെട്ടത് അനക്ഡോട്ട്സ് ആയിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. പിന്നെ സാർ ആദ്യം പറഞ്ഞതിൽ ഒരു പക്ഷെ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഇപ്പോഴും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും അസസ് ചെയ്യുന്നതും നമ്മൾ ആദ്യം പറഞ്ഞ് ഡെവലപ്മെന്റിന്റെ എല്ലാ മേഖലകളെയും എല്ലാ ഡൊമൈൻസിനെയും ഫോക്കസ് ചെയ്തിട്ടല്ല, ഈ കോഗ്നിറ്റീവിൽ മാത്രമുള്ള കളികളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോളിസ്റ്റിക് പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഏതൊക്കെ ഡൊമൈനുകളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതും ടീച്ചേഴ്സ് ഇന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം പണ്ടത്തെ പ്രോഗ്രസ് കാർഡ് മാർക്ക് ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡാണ്. അത് കിൻഡർ ഗാർട്ടൻ മുതൽ അങ്ങനെ തന്നെയായിരുന്നു. മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പേരൻസും കുട്ടികളുടെ പെർഫോമൻസിനെ വിലയിരുത്തിയിരുന്നത്, ടീച്ചേഴ്സും അങ്ങനെയാണ് വിലയിരുത്തിയിരുന്നത്, സമൂഹം വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടി മിടുക്കൻ കുട്ടിയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്ന സ്കൂളുകൾ മികച്ച സ്കൂളുകളാണ് എന്നുള്ളത്. അവരുടെ കോമ്പിറ്റൻസിയെ മറന്നു വരുന്നത്. കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ, കുട്ടിക്ക് സമൂഹവുമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റു രീതിയിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഡാൻസോ മ്യൂസിക് സ്പോർട്സ് എല്ലാത്തിലും ഉള്ള മികവുകളൊന്നും അസസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിനൊരു കൃത്യമായ രീതിയിലുള്ള അസസ്മെന്റ് നടന്നിരുന്നില്ല, പ്രോപ്പറായിട്ടൊരു ഫോർമലായിട്ട് നടന്നിരുന്നില്ല. അപ്പോൾ അത് ഈ പ്രോഗ്രസ് കാർഡ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. കുറേ അഡീഷൻസ് അതിന് വരുന്നുണ്ട്, കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള സമഗ്രമായ ഒരു അസസ്മെന്റ് നടത്താനുള്ളൊരു സാധ്യത. പണ്ട് കാലത്ത് വാട്ട് ദ ചിൽഡ്രൻ സ്കോർസ് എന്നുള്ളതായിരുന്നു, കുട്ടികൾ എത്ര മാർക്ക് വാങ്ങുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പൊ അത് മാറ്റി ഹൗ ദ ചിൽഡ്രൻ ഗ്രോസ് എന്നാണ്, എങ്ങനെ കുട്ടികൾ വളരുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രസ് കാർഡിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വിനീഷ് സാർ പറഞ്ഞു വെച്ചതുപോലെ ഈ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്ന ആ ഒരു മേഖല എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കുക, അത് മെമ്മറിയിൽ സൂക്ഷിക്കുക, അതിനുശേഷം എഴുതി വെക്കുക എന്നുള്ള കാര്യം. അപ്പം പ്രധാനമായിട്ട് അന്ന് ഫോക്കസ് ചെയ്തിരുന്ന ഈ പറയുന്ന കാര്യം മാത്രമായിരുന്നു. ഒരു പരിധിവരെ ബൈ ഹാർട്ട് സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മനഃപ്പാഠമാക്കുക, കാര്യങ്ങൾ പകർത്തി വെക്കുക, അങ്ങനെ എക്സാമിനേഷൻ നല്ല മാർക്ക് വാങ്ങുക. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ഡൊമൈൻസിനെ കൂടി ഇത് സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ശരിക്കും പറഞ്ഞാൽ NEP വിഭാവനം ചെയ്യുന്നത്. അപ്പം അത് നടപ്പാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസസ്മെന്റിൽ മാറ്റം വരണം. ഏറ്റവും മികച്ച എഡ്യൂക്കേഷനിലൊക്കെ പറയുന്നത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അസസ്മെന്റ് സിസ്റ്റത്തിലെ മാറ്റം തീർച്ചയായിട്ടും മറ്റ് മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻസ് അസസ്മെന്റ് ക്ലാസ്സിൽ നടക്കണം എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് പറഞ്ഞു വെക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബേർഡൻ ആയിട്ട് ടീച്ചേഴ്സ് കാണേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, കാരണം നിങ്ങൾ ഡെയിലി ക്ലാസ്സിൽ ചെയ്യുന്ന റുട്ടീനുകൾ തന്നെയാണ്. നിങ്ങൾ കുട്ടിയെ വിഷ് ചെയ്യുന്നത് മുതൽ മോർണിംഗ് അസംബ്ലി മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ വെൽക്കം പോയിന്റ് മുതൽ നിങ്ങൾ കുട്ടിയെ അസസ് ചെയ്യുക തന്നെയാണ്. നിങ്ങൾ കുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ അവരൊരു ഗുഡ് മോർണിംഗ് പറയുന്ന സമയത്ത്, നിങ്ങൾ ഒരു ഹായ് പറയുന്ന സമയത്ത് കുട്ടികൾ എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരണം പോലും ഒബ്സർവേഷനാണ്. അതിനാ പറയുന്ന ഒബ്സർവേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കുട്ടിയെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബിനീഷ് സാർ ആദ്യം പറഞ്ഞ ആ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് ചെക്ക് ലിസ്റ്റുകളിലേക്ക് പോകുന്നു, അനക്ഡോട്ടൽ റെക്കോർഡ്സിലേക്ക് പോകുന്നു. ഇതെല്ലാം ആണ് വേണ്ടത്. പക്ഷേ അതൊന്നും ഒരിക്കലും വലിയൊരു പ്രോഗ്രസ് കാർഡ് എടുത്തു വെച്ചിട്ട് വലിയൊരു സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. വളരെ നിസ്സാരമായ ടീച്ചേഴ്സിന് ചെറിയൊരു ഡയറി കയ്യിലുണ്ടെങ്കിൽ, വെറുതെ കുത്തിക്കുറിക്കുന്ന ഒരു ഡയറി ഉണ്ടെങ്കിൽ, തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന 10, 20 അല്ലെങ്കിൽ 30 കുട്ടികളെ ഓരോ ദിവസവും 2 കുട്ടികളെങ്കിലും വെച്ച് ഒരു ടീച്ചർക്ക് ഒന്ന് അസസ് ചെയ്യാവുന്നതാണ് അവരുടെ പ്രോഗ്രസ്. ഇത് അതിന് പറഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് പറയുന്നത് 2-3 കാര്യങ്ങൾ ഇപ്പം എൻ്റെ മനസ്സിൽ വന്നു. അതിലൊന്ന്,
ഞാൻ പണ്ട് കണ്ടൊരു വീഡിയോയുടെ അതിന്റെ ആ ഒരു ഓർമ്മയാണ്. അപ്പൊ ആ വീഡിയോ നമ്മൾ പറയുന്നില്ല, ഇറ്റ്സ് വെരി കോമൺ, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം, ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ആ ടീച്ചർക്ക് ആദ്യം കിട്ടുന്നത് കുട്ടിയുടെ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് മാർക്കല്ല, പക്ഷെ ആ കുട്ടിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അപ്പൊ അത് വായിച്ചു കഴിയുമ്പോഴാണ് ഈ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ ആ ടീച്ചർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഒരു ടീച്ചർ ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഇതിനോട് ചേർത്തും കൂടെ ഞാൻ പറയുകയാണ്, ഒരു പക്ഷേ നമ്മുടെ പേരൻസ് ഓപ്പൺ ഹൗസിന് വരുമ്പോൾ അല്ലെങ്കിൽ പേരൻസ് ടീച്ചറെ മീറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു ടീച്ചർക്ക് എടുത്തു പറയാൻ പറ്റണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന് മാത്സിന് മാർക്ക് കുറവാണ്, പക്ഷെ നോക്കൂ അവൻ മനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട്, ഇത്രയും പെർഫോമൻസ് ഒക്കെ കാഴ്ച വെച്ചിട്ടുണ്ട്, അതിനൊരു ടാലന്റ് ഉണ്ട് എന്ന് ഇതര മേഖലകളും കൂടെ ടീച്ചർക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഇതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകൂടെ സാർ ഇടയ്ക്ക് പറഞ്ഞു പോയൊരു വാക്കാണ്, നമ്മളത് ഡീറ്റെയിലായിട്ട് പറയേണ്ടി വരുമായിരിക്കും. കോമ്പീറ്റൻസി എന്നൊരു വാക്ക് പറഞ്ഞു പോയി. അതും കൂടെ നമ്മുടെ ടീച്ചേഴ്സ് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ പറയണം, തീർച്ചയായിട്ടും പറയണം. അപ്പൊ അനക്ഡോട്ട്സ് എഴുതുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ കാരണം ഇതായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ പല സ്കൂളുകളിലെയും പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് പെർഫോമൻസ്, സാറ്റിസ്ഫാക്ടറി, 2-3 വാക്കുകളിൽ നിർത്തുകയാണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടിയെ കുറിച്ചുള്ള ഒന്നും അതിലില്ല. അപ്പോ അതും കൂടെ ഇതിനോട് ചേർത്ത് പറയണം എന്നുള്ളതാണ്. സാർ പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഹോളിസ്റ്റിക് പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡിന്റെ ഒരു റോള് എന്താന്നുള്ളത് ഇപ്പൊ ഏകദേശം ഒരു വ്യക്തമായ ധാരണ എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതിന്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ടീച്ചേഴ്സ് ഈ ഒരു ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിനെ അവരുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനൊപ്പം കൊണ്ടുപോകേണ്ടത്? അതെ, തീർച്ചയായിട്ടും അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. കാരണം എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാർഡിലേക്കുള്ള നിരവധി ഡൊമൈൻസ് മെൻഷൻ ചെയ്തിട്ടുള്ള നിരവധി കോളങ്ങളുള്ള അതെങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളത് വലിയൊരു ചോദ്യമുണ്ട്. പല ടീച്ചേഴ്സും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ സാറേ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് വരെ ചോദിച്ച ടീച്ചേഴ്സ് ഉണ്ട്, ഇത്രയും വലിയ ഇതിൻ്റെ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ അവരുടെ ആങ്സൈറ്റിയിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും ഒക്കെ വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം, ആദ്യം തന്നെ എല്ലാ ടീച്ചേഴ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വെളിയിൽ വന്നു. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എടുത്ത് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ, അതായത് കിൻഡർ ഗാർട്ടൻ മുതൽ 2nd സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മസ്റ്റായിട്ടും NCF ഫൗണ്ടേഷൻ സ്റ്റേജ് വായിച്ചിരിക്കണം. അതിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് കരിക്കുലർ ഗോൾസ്, കോമ്പിറ്റൻസീസ് ആൻഡ് ഇല്ലുസ്ട്രേറ്റഡ് ലേണിംഗ് ഔട്ട്കം. അങ്ങനെ 3 ഭാഗങ്ങളുണ്ട്: കരിക്കുലർ ഗോൾസ്, കോമ്പിറ്റൻസീസ്, ഇല്ലുസ്ട്രേറ്റഡ് ലേണിംഗ് ഔട്ട്കം. അതിനകത്ത് കരിക്കുലർ ഗോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. നമ്മളുടെ പഠന ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ക്ലാസ്സിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ലാംഗ്വേജ് ആകട്ടെ, സബ്ജക്റ്റ് ആവട്ടെ, അവർ ആൽഫബറ്റ് പഠിപ്പിക്കാൻ പോയാലും അവർ ഒരു നമ്പേഴ്സ് പഠിപ്പിക്കാൻ പോയാലും അതൊക്കെ ഒരു പഠന ലക്ഷ്യമുണ്ടല്ലോ. എന്തായിരിക്കണം ഞാനത് ചെയ്യേണ്ടത്, എന്തായിരിക്കണം ഞാൻ എൻ്റെ കുട്ടികൾ പഠിക്കേണ്ടതെന്നുള്ളത്. ആ പഠന ലക്ഷ്യങ്ങൾ നമ്മൾ കരിക്കുലർ ഗോളായിട്ട് ഒരു കോംപ്രിഹെൻസീവായിട്ട് കാണാം. കരിക്കുലർ ഗോൾ അത് പലതുമുണ്ട്. കരിക്കുലർ ഗോളിൽ പലതും വരുന്നുണ്ട്. നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ അക്കങ്ങൾ പഠിക്കുന്നതിന് ഉപരിയായിട്ട് മറ്റു തരത്തിലുള്ള വികാസവും ഫിസിക്കൽ മെന്റൽ ഡെവലപ്മെന്റ്സ് എല്ലാം കൂടി അതിനകത്ത് വരുന്നുണ്ട്. എന്നാലും ജനറലായിട്ട് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യമാണ് കരിക്കുലർ ഗോളിൽ വരിക വലിയൊരു സ്പെക്ട്രത്തിൽ. പിന്നെ അതിൻ്റെ കോമ്പിറ്റൻസീസ് ആണ്. നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിനുള്ള കോമ്പിറ്റൻ്റ് ആയോ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പ്രാവീണ്യം നേടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കുട്ടിക്ക് പാടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കോമ്പിറ്റൻസിയുടെ പ്രധാനപ്പെട്ട കാര്യം. അക്കങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, കൗണ്ട് ചെയ്യാൻ പഠിച്ചാൽ അല്ലെങ്കിൽ എഴുതാൻ പഠിച്ചാൽ അല്ലെങ്കിൽ അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാൻ പറ്റുന്നത് അത് കോമ്പിറ്റൻ്റ് ആയോ എന്നറിയാനായിട്ടാണ്. കോമ്പിറ്റൻസി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായം കോമ്പിറ്റൻസിക്ക് അധികം പ്രാധാന്യം നൽകിയിരുന്നില്ല. പക്ഷേ നമ്മൾ തിയററ്റിക്കൽ നോളജിലാണ് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വെക്കുക, മനസ്സിലാക്കുക, അറിവുണ്ടാവുക, അത് നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കോമ്പിറ്റൻസിയിൽ പുറകോട്ടായിരുന്നു. അതുകൊണ്ടാണ് കുറേ എന്താ പറയുക ലാർജ് റിസർവ്ഡ് ആർമി ഓഫ് അൺഎംപ്ലോയിഡ് പീപ്പിൾ എന്ന് പറയുന്ന അവസ്ഥ വന്നത്. തൊഴിലില്ലാത്ത ഒത്തിരി ആളുകൾ വരുന്നു, എഡ്യൂക്കേഷനുള്ള ആളുകൾക്ക് കോമ്പിറ്റൻ്റ് ആവുന്നില്ല. ഇത് കിൻഡർ ഗാർട്ടൻ മുതൽ തുടങ്ങുക എന്നുള്ളതാണ്. ആ കിൻഡർ ഗാർട്ടൻ മുതൽ തുടങ്ങുന്ന ആ ഒരു എഫർട്ടാണ് NEP നമുക്ക് വിഭാവനം ചെയ്യുന്ന NCF പറഞ്ഞു വെക്കുന്നത്. അതിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോമ്പിറ്റൻസീസ് എന്താണെന്ന് ടീച്ചേഴ്സ് മനസ്സിലാക്കണം കൃത്യമായിട്ട്. കോമ്പിറ്റൻസി ഉണ്ടാവുന്നൊരു കുട്ടി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലുസ്ട്രേറ്റഡ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയും. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വിവരിക്കുന്ന രീതിയിൽ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ലേണിംഗ് ഔട്ട്കം ഉണ്ടാവും. എൻ്റെ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും, എൻ്റെ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ കോമ്പിറ്റൻ്റ് ആണ്, അവർക്കത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇല്ലുസ്ട്രേറ്റഡ് ലേണിംഗ് ഔട്ട്കം കൂടി ഉണ്ടാവും. ഈ 3 ഭാഗത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ആ ലേണിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഓരോ കരിക്കുലർ ഗോൾസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷണൽ സ്റ്റേജസിന്റെ കരിക്കുലർ ഗോൾസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ആ കരിക്കുലർ ഗോളിന് അനുസരിച്ച് ആ കരിക്കുലർ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ക്ലാസ് റൂമിൽ അസസ്മെന്റുകൾ നടക്കണം. എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ നടത്തുന്ന അസസ്മെന്റ് പ്രാക്ടീസസ് ആണ് പറയുന്നത്. ഇപ്പോൾ ബിനീഷ് സാർ ഇതിന്റെ ഒരു എക്സ്പേർട്ട് ആണ് ഫൗണ്ടേഷൻ സ്റ്റേജിന്റെ. അപ്പൊ അറിയാം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് എന്നുള്ളതിനേക്കാൾ ഇപ്പം സാറ് നമ്മൾ ഇത്തരം സംസാരത്തിലേക്ക് വരുമ്പോൾ കുറെ നമുക്കൊരു എന്താ പറയാ ഒരു ഇൻഫ്ലക്സ് പോലെ ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതിൽ ഞാൻ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പൊ സപ്പോസ് നമ്മുടെ ഒരു കരിക്കുലർ ഗോൾ എന്ന് പറയുന്നത് കുട്ടി ഒരു പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്, ഒരു കൊച്ചു ക്ലാസ്സിലെ കുട്ടി. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പീറ്റൻസി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്താന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വാട്ട്, വിച്ച്, വേർ എന്നുള്ള വാക്ക് പറയുമ്പോൾ അതിന്റെ അർത്ഥം പിടികിട്ടുന്ന കുട്ടിക്ക് അതിനൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. ആ റിപ്ലൈ ഒരു ഫുൾ സെന്റൻസിലാവുക എന്നുള്ളത് കോമ്പീറ്റൻസിയും അതിന് ഏത് സാഹചര്യത്തിലും റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് അതിന്റെ കരിക്കുലർ ഗോളുമാണ്. അപ്പൊ ഞാൻ സാറിനോട് ഒരു സംശയം പോലെ ചോദിക്കുകയാണ്, നമ്മളെപ്പോഴും കരിക്കുലം സിലബസ് എന്നും പറഞ്ഞ് വേർതിരിച്ച് പറയുമ്പോൾ ഒരു കരിക്കുലത്തിന്റെ ഭാഗമാണ് ഒരു പക്ഷേ ഒരു ഓണം സെലിബ്രേഷൻ, ഒരു ആനുവൽ ഡേ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനും ഒരു ഗോൾ ഉണ്ട് എന്ന് നമ്മുടെ ടീച്ചേഴ്സ് പലപ്പോഴും മറന്നു പോകുന്നു. ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിലേക്കാണ് കണക്കാക്കുന്നത്. അപ്പൊ അതും കൂടെ സാറൊന്ന് മെൻഷൻ ചെയ്താൽ നല്ലതായിരുന്നു. നമ്മുടെ സോഷ്യൽ ബിഹേവിയർ ഇപ്പോൾ ഇത് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രസ് റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള ഡൊമൈനിലാണ്. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള ഡൊമൈൻ എങ്ങനെയാണ് ടീച്ചേഴ്സ് കാണുന്നതാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന ശാരീരികമായ വികാസം എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? കൊച്ചു ക്ലാസ്സുകളിൽ അതൊക്കെ ഞാൻ ആ ബിനീഷ് സാർ പറഞ്ഞ പോയിന്റിലേക്കാണ് വരുന്നത്. കൊച്ചു ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് കുട്ടികളെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി നടത്താറുണ്ട് ക്ലാസ്സിൽ, കുട്ടികളെ കൊണ്ട് ജമ്പ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ചെറിയ മൂവ്മെന്റ്സ് റൈംസിനനുസരിച്ച് താളാത്മകമായി മൂവ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യിക്കാറുണ്ട്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൈംസ് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് നിന്നിടത്തുനിന്ന് പയ്യെ ചാടാൻ പറ്റുന്നുണ്ടോ, ഒരു ബോൾ എടുത്ത് എറിയാൻ പറ്റുന്നുണ്ടോ, മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓടാൻ പറ്റുന്നുണ്ടോ, ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് പോലും ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അത്തരത്തിൽ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പല ആക്ടിവിറ്റീസും ക്ലാസ്സുകളിൽ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചെറിയ ടാസ്കുകൾ കൊടുക്കുക, ചിലപ്പോൾ ഓടിപ്പോയി അത് എടുത്തുകൊണ്ട് വരാൻ പറയുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പറയുക, സർക്കിൾ ടൈമുകൾ ഫോം ചെയ്യുക, ചുമ്മാ നിന്നിട്ട് സ്കിപ്പ് ചെയ്യുക, ജമ്പ് ചെയ്യുക, ഇതൊക്കെ ടീച്ചേഴ്സ് ചെയ്യുന്നത് എന്തിനാണ്? റൈംസ് പഠിപ്പിക്കുന്നത് വെറുതെ താളാത്മകം പഠിപ്പിക്കുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു ഒബ്സർവേഷൻ കൂടിയാണ്. അത് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടോ, മാറി നിൽക്കുന്ന കുട്ടികളുണ്ടോ, എന്തുകൊണ്ടായിരിക്കാം അത്? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന കിൻഡർ ഗാർട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ക്ലിനിക്ക് കൂടിയാണ്, അവിടെ ഡയഗ്നോസ് ചെയ്യപ്പെടണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഞാൻ ഒന്നും കൂടെ അതിൽ ചേർക്കുവാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നമ്മളും ഇപ്പോ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിനെ മാത്രത്തിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ. അതായത് നമ്മൾ ആ ഗ്രോസ് മോട്ടോർ മാത്രമാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ഗ്രോസ് മോട്ടോർ ഉണ്ട്, സ്മോൾ മോട്ടോർ ഉണ്ട്. പക്ഷേ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എടുത്താൽ കളർ ഐഡന്റിഫിക്കേഷൻ വരെ ഫിസിക്കൽ ഡൊമൈനിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു കുഞ്ഞുണ്ട് സ്കൂളില്, എൻ്റെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടി ഭയങ്കര ഹൈപ്പറാണ്. അപ്പൊ കുട്ടിക്ക് ടീച്ചേഴ്സിന് എപ്പോഴും ഹൈപ്പർ കുട്ടികൾ ഒരു തലവേദനയാണ്. അപ്പൊ ഈ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ എക്സ്ട്രീമിറ്റിയിൽ നമ്മൾ നിർത്തിക്കൊണ്ടിരുന്ന കുഞ്ഞ്, പക്ഷേ നമുക്കറിയാം ഹൈപ്പർ ആക്റ്റീവ് കുട്ടിക്ക് അറ്റൻഷൻ കുറവാണെങ്കിൽ പഠനം ഉണ്ടാവില്ല. പക്ഷെ ഈ കുട്ടിയെ നമ്മൾ ഇപ്പോൾ അസസ്മെന്റിന് ഡയഗ്നോസിസ് ചെയ്ത് അതിന് റെമഡിയേഷന് വിട്ടു കഴിഞ്ഞപ്പോഴാണ് UKG കഴിഞ്ഞ കുട്ടിക്ക് ഇപ്പോഴും കളേഴ്സ് അറിഞ്ഞൂടാ, ഏത് കളർ ആണെന്ന് തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ കുട്ടിയെ തെറാപ്പിയിലൂടെയാണ് ആ കളർ ഐഡന്റിഫിക്കേഷനിൽ ഇപ്പൊ എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും ഓർക്കേണ്ടത്, ഒരു UKG കുട്ടി കളറുകൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ആ ഫിസിക്കൽ ഡൊമൈൻ, ഫിസിക്കൽ ഡെവലപ്മെന്റിനകത്തൊരു പോരായ്മയാണ്. അപ്പൊ അത് തിരിച്ചറിയാൻ കൂടെ ടീച്ചേഴ്സിന് സാധിക്കണം. ഈ ചാട്ടം, ഓട്ടം, അല്ലെങ്കിൽ നമ്മളൊരു ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗ്രാബ് ചെയ്യുക, അത് മാത്രമല്ല ഫിസിക്കൽ ഡൊമൈനിന്റെ. അതാണ് പറയുന്നത്, ഈ NCF എല്ലാവരും ഒന്ന് വായിക്കണമെന്ന് കൂടി നിർദ്ദേശത്തിനിടയിൽ നമ്മൾ പറഞ്ഞു പോവാണ്. കാരണം ഒരു ചെറിയ ചർച്ചയിൽ ഒതുങ്ങാവുന്നതല്ല, വലിയൊരു ബ്രോഡർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ വിഷനാണ് NEP വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് വായിക്കണം. ഞങ്ങൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ചർച്ചയിൽ വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഒബ്സർവേഷനിലും പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറമായിട്ട് കുറച്ചുകൂടി നിങ്ങൾ ഇതിൻ്റെ തുടർച്ചയായ വായനകൾ അത്യാവശ്യമാണ്, മനസ്സിലാക്കലുകൾ അത്യാവശ്യമാണ്. എന്തായാലും ബിനീഷ് സാറ് പറഞ്ഞതുപോലെ ഈ ഫിസിക്കൽ ഡൊമൈനിൽ വരുന്ന ഏരിയാസിൽ ഈ കളർ ഐഡന്റിഫിക്കേഷൻ മുതൽ നിരവധി കാര്യങ്ങൾ, അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന ശാരീരികമായ ഇൻവോൾവ്മെന്റ് വരുന്ന ആക്ടിവിറ്റീസ് മാത്രമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഭാഗമെന്ന് നയിക്കുന്നതൊക്കെ തെറ്റാണ്. പലപ്പോഴും പഴയ കാലത്ത് ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരുന്നത് ഒരുപക്ഷെ കോഗ്നിറ്റീവ് ഏരിയ ആയിരിക്കും കളർ ഐഡന്റിഫിക്കേഷൻ ഒക്കെ എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യം കൂടി എനിക്ക് തോന്നുന്നത് സെൻസസ്
ബോഡിയുടെ ഭാഗം കൂടി ആയതുകൊണ്ടായിരിക്കാം ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു ഡൊമൈനിലേക്ക് പെടുത്തി അതും നമ്മൾ പറയുന്നത്. അതായത് ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്കിന്നുമായി ബന്ധപ്പെട്ടതാണ്, ഹാൻഡ് മൂവ്മെന്റിൽ വരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതും ഫിസിക്കൽ ഡൊമൈനിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കോഗ്നിറ്റീവിലും വരുമായിരിക്കും. കാരണം ഐഡന്റിഫിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു ആൽഫബറ്റിന്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡൊമൈനിലാണ് നമ്മൾ പറയാറ്. അപ്പൊ ഇത് എല്ലായിടത്തും ഇത് സ്പ്രെഡ് ചെയ്താണല്ലോ കിടക്കണം, ഒരു ഡൊമൈനിൽ മാത്രമായിട്ട് നമ്മൾ ഒതുക്കിയല്ല പറയുന്നത്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു മൊത്തത്തിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹ്യൂമൻ ബോഡി അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. ഈ പറയുന്ന കണ്ണുകൊണ്ടാണല്ലോ കളർ ഐഡന്റിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അതൊരു ഒരു ഓർഗൻ തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ വളരെ ഡീപ്പായിട്ട് കൂടിയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിനെയും കാണേണ്ടതാണെന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. അതാണ് ബിനീഷ് സാർ ആദ്യം പറഞ്ഞത്, സ്കൂളിൽ നടത്തപ്പെടുന്ന ആക്ടിവിറ്റികൾ, ഇപ്പോൾ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ മറ്റ് സെലിബ്രേഷൻസ് ഒക്കെ, അവിടെയാണ് നമുക്ക് അവരുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക. കുട്ടി എത്രമാത്രം സമൂഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു, എത്രമാത്രം കൊളാബറേറ്റ് ചെയ്യുന്നു മറ്റുള്ളവരുമായിട്ട്, ഷെയറിങ്, ഹെൽപ്പിംഗ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സ്കൂളിൽ നടക്കുന്ന സമയത്താണ്. അപ്പം അവിടെയും ടീച്ചേഴ്സ് ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ഒബ്സർവേഷൻ നടത്തണം. നമ്മളെപ്പോഴും ഒബ്സർവേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ആ നിരീക്ഷണം ഒരിക്കലും ഒരു കോൺഷ്യസ് എഫർട്ടായിട്ട് കുട്ടികൾക്ക് തോന്നരുത്. മനഃപൂർവ്വം അവരെ നിരീക്ഷിക്കുകയാണെന്നോ നമ്മളൊരു ക്യാമറ വെച്ചിരിക്കുകയാണെന്നൊന്നും കുട്ടികൾക്ക് തോന്നരുത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പല സ്കൂളുകളും അങ്ങനെ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ലാപ്ടോപ്പ് വെച്ചിട്ട് കുട്ടികളെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഓരോ ഡൊമൈനും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതനുസരിച്ച് ടീച്ചേഴ്സ് ഫില്ല് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ഫോർമൽ ഇവാലുവേഷനാണ്. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് വളരെ ഇൻഫോർമൽ ആയിരിക്കണം. ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിന്റെ അഡ്രസ് ചെയ്യുന്നത് നമ്മള് ഈ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെന്റ് നടത്തുമ്പോൾ പോലും സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. സാറേ, നമ്മളൊരു ടെസ്റ്റ് ഇട്ടാൽ അത് ഫൈനൽ അല്ല. അത് ആ സമയത്ത് കുട്ടിയുടെ മൂഡ് അങ്ങനെ അറിഞ്ഞിരിക്കാം, മറ്റൊരു സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായി പെർഫോം ചെയ്യാം. അതാണ് നമ്മൾ IQ ടെസ്റ്റിനെ പോലും ഒരു ടെസ്റ്റിനെ ആധികാരികമായിട്ട് എടുക്കാത്ത. കാരണം കുഞ്ഞുങ്ങളുടെ ഇമോഷൻ, അവരുടെ മൂഡ്, ചിലപ്പോൾ അവരുടെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, സിറ്റുവേഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരങ്ങനെ പെരുമാറും. അപ്പൊ അതും ടീച്ചേഴ്സ് ചോദ്യം ചോദിച്ചിട്ട് അസസ്മെന്റ് നടത്തുന്നത്. ഇപ്പം ഫിസിക്കൽ ഡൊമൈനിനകത്ത് വരുന്നതാണ് ന്യൂട്രീഷ്യസ് ഫുഡിന്റെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കുട്ടി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു ആ ഫുൾ ന്യൂട്രീഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സെയിം ഫുഡ് എവറിഡേ കഴിക്കുന്നു, കൊച്ചു നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ന്യൂട്രീഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതും കൂടെ ടീച്ചേഴ്സ് മനസ്സിലാക്കണം. ഈ നമ്മുടെ പ്രോഗ്രാംസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കേണ്ട വിഷയമാണെന്നാണ് എന്റെ വിശ്വാസം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കേസസ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആ ഡൊമൈൻ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് പലപ്പോഴും ടീച്ചേഴ്സും മനസ്സിലാക്കുന്നില്ല, പേരൻസും അത് ഉൾക്കൊള്ളുന്നില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു പബ്ലിക്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ പോലും ഒന്ന് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ താങ്ങാനുള്ള ഒരു കഴിവില്ല. അപ്പൊ ഈ അസസ്മെന്റ് ഒക്കെ പഠനത്തെക്കാൾ ഉപരിയായിട്ട് നടത്തേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന സോഷ്യൽ ഇമോഷണൽ അസസ്മെന്റിന്റെ കാര്യം അത് ടീച്ചേഴ്സ് വളരെ ശ്രദ്ധിച്ച്, ബിനീഷ് സാർ പറഞ്ഞ വലിയൊരു പോയിന്റാണ്. പലപ്പോഴും ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നില്ല കുട്ടികൾ. കൊടുക്കാതെ അതിന്റെ കാരണം നമുക്കൊരു പ്രോപ്പർ അസസ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കൂളിൽ നടക്കുന്ന ഓരോ പ്രവൃത്തിയും കുട്ടികൾ എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനൊക്കെ ടീച്ചേഴ്സ് ശ്രമിക്കേണ്ടതും അത് രേഖപ്പെടുത്തേണ്ടതുമാണ്. അത് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ ഡെവലപ്മെന്റ് കാര്യം പറഞ്ഞു വന്നപ്പോൾ ഈ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള കാര്യം. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മാർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ കിൻഡർ ഗാർട്ടനിലൊക്കെ കുട്ടികൾ എത്രമാത്രം വാഷ്റൂമിൽ പോകുന്ന സമയത്ത് വാഷ്റൂം ഹാബിറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കൃത്യമായിട്ട് വാഷ് ചെയ്യുന്നുണ്ടോ, കൃത്യമായിട്ട് അവർക്ക് വാഷ്റൂം ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ ഒബ്സർവ് ചെയ്യാം. ഇത്തരത്തിലുള്ള വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കാം. ഫുഡ് ഹാബിറ്റ്സ് ശ്രദ്ധിക്കാം, അവർ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്. കാരണം കിൻഡർ ഗാർട്ടനിൽ എപ്പോഴും ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഭക്ഷണ രീതി എങ്ങനെയൊക്കെയാണ്, നല്ല എന്താ ഹൈജീനിക് ആയിട്ട് കഴിക്കുന്നുണ്ടോ, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ടീച്ചേഴ്സിനുണ്ട്. അവിടെയാണ് ടീച്ചേഴ്സ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്ന കാര്യം, ആ ഒബ്സർവേഷനാണ് ബിനീഷ് സാർ ആദ്യം പറഞ്ഞ അനക്ഡോട്ട് ചെയ്യുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ വെറുതെ പറ്റുമെങ്കിൽ ഒരു റഫായിട്ടെങ്കിലും ഒന്ന് എഴുതി വെക്കുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇപ്പൊ ടീച്ചേഴ്സ് ചോദിക്കുന്ന കാര്യമുണ്ട്, ഈ 30 കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് ഇത് മുഴുവൻ ഞങ്ങൾ എഴുതണ്ടേ എന്നുള്ളത്. അതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. ഈ കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ആണ്, എല്ലാം കൂടി ഇങ്ങനെ തിരിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻഡ് ഓഫ് ദി ഇയറിൽ ഒരു കുട്ടിയെക്കുറിച്ച് പൂർണ്ണമായ ഒരു അസസ്മെന്റ് പിക്ചർ ടീച്ചറുടെ മനസ്സിലുണ്ടാവും എല്ലാ മേഖലകളിലും. അതിന് വേണ്ടിയിട്ട് ചെറിയ നോട്ട് ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, അനക്ഡോട്ട്സ് പോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യോ ഇമോഷണൽ ആൻഡ് എത്തിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള മേഖലയെ സമഗ്രമായിട്ട് ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ടീച്ചേഴ്സിനോട് സിമ്പിളായിട്ട് ഞങ്ങൾ പറയുന്നത്, സ്കൂൾ ആക്ടിവിറ്റീസ്, നിങ്ങൾ നടത്തുന്ന എല്ലാ ആക്ടിവിറ്റികളും സോഷ്യോ ഇമോഷണൽ ലേണിങ്ങിനുള്ളതാണ്.
അതുപോലെ തന്നെ അത് അസസ്മെൻറ്റിന് നിങ്ങളെങ്ങനെ വിധേയമാക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾ എന്താണ് പറയുക, കൂട്ടുകൂടുന്നുണ്ടോ, കൂടുതൽ ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അവർ പ്രതികരണശേഷിയുള്ളവരാണോ, അതിനുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നേ ഉള്ളൂ. കുട്ടികളെ കൂടി പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇപ്പോൾ കുറേ നടക്കുന്നുണ്ട്, കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സ്കൂളുകളിൽ. പക്ഷെ അതിനെ കുറച്ചുകൂടി കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് അംഗീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ, ക്ലാസ്സിൽ കഥ പറയാനും സംസാരിക്കാനും കുസൃതികൾ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്കൊരു സ്പേസ് കൊടുക്കുക, ഇൻഡിവിജ്വലായിട്ട് അംഗീകരിക്കുക. അപ്പോൾ അവർ പ്രതികരിക്കും, പല കാര്യങ്ങളും, പല വിശേഷങ്ങൾ ചോദിക്കുക. വിശേഷങ്ങൾ എത്രയോ ചോദിക്കുക, വിശേഷങ്ങളാവട്ടെ. അതിന് പകരം പ്രസംഗം നമ്മൾ പറഞ്ഞ് നിങ്ങൾ 4 എലക്യൂഷൻ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നടത്തുന്ന ആർട്ടിഫിഷ്യൽ പ്രസംഗമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ വിശേഷങ്ങൾ ചോദിക്കാം, ഉത്സവങ്ങളെ കുറിച്ച് ചോദിക്കാം, ഈ ഇന്നലെ ഹോളിഡേ ആയിരുന്നില്ല എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കാം, നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങളെ കുറിച്ച് ചിലപ്പോൾ പങ്കെടുത്ത ഇന്നലെ ഉത്സവമായിരുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുടെ ഉത്സവത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നതും ഇതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. അത് ഇത് ഓരോന്നോരോന്ന് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ വരികയാണ്. സാർ ആദ്യം പറഞ്ഞ സോഷ്യോ ഇമോഷണൽ ആ ഡൊമൈൻ്റെ ഭാഗമായിട്ട് ഈ റീസെൻ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ എനിക്ക് ടീച്ചേഴ്സിനോട് പറയാനുള്ളതാണ്. അതായത് എൻ്റെ ഒരു കുട്ടി പഠനത്തിൽ വളരെ പിന്നോട്ടാണ്. ഈ കഴിഞ്ഞ ദിവസം കുട്ടിയും കുട്ടിയുടെ പിതാവും ഫാദറും കൂടെ എൻ്റെ അടുത്ത് വന്നിരുന്നവർ സംസാരിച്ചപ്പം വളരെ മോശമാണ്. ഇപ്പം 7th എത്തിയിരിക്കുന്ന കുട്ടിക്ക് ക്ലാസ്സിൽ വേണ്ട ഒരു ലേണിംഗ് സ്കിൽസും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഇവർ രണ്ടുപേരും കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി കിടക്കുന്നു. അപ്പൊ ഇവർ ഇറങ്ങി നോക്കിയപ്പം ഈ കാൽപാദം അറ്റുപോയ ഒരു ആളാണ് അവിടെ കിടക്കുന്നത്. ആരും കാറിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല. ഈ 7ാം ക്ലാസ്സുകാരനും ഈ അച്ഛനും കൂടെയാണ് ഈ ബോഡി ഇയാളെ എടുത്തിട്ട് ഈ പാദം കൂടെ എടുത്ത് അവർ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഈ കുട്ടിക്ക് ആ ലോക്കൽ പോലീസ് വളരെ അപ്രീസിയേഷൻ ഒക്കെ കൊടുത്തു എന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വളരെയധികമായിട്ട് ആ കുട്ടി ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടായത് കൊണ്ടാണ് ആ സിറ്റുവേഷനെ ഒന്ന് മാനേജ് ചെയ്യാനും. അപ്പൊ ഞാൻ ടീച്ചേഴ്സിനോട് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അതും ഒരു അസസ്മെന്റ് ഭാഗമാണ്. ആ കുട്ടി അപ്രീസിയേഷൻ അറിയിക്കുന്നു. അതെ, ആ അപ്രീസിയേഷൻ നമ്മൾ അനക്ഡോട്ടായിട്ട് രേഖപ്പെടുത്തി അത് പ്രോഗ്രസ് കാർഡിലേക്ക് വരികയും ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടത്. ഞാൻ പറയുന്നത് എല്ലാ മേഖലകളിലും കുട്ടിയുടെ സുഹൃത്ത് വലയങ്ങൾ, കുട്ടിയുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, കൂട്ടുകാരുമായിട്ടുള്ളതും ഇതെല്ലാം ഈ സോഷ്യോ ഇമോഷണൽ ലേണിംഗിന്റെ ഭാഗമാണ്. ഒന്നുകൂടെ സാർ ആദ്യം പറഞ്ഞത് ഒരു പോയിന്റും കൂടി ഉണ്ട്. നമ്മളിപ്പോ സാറ് പറഞ്ഞു നിർത്തിയ ഒരു കാര്യം, അതായത് വീട്ടിലെ ഉത്സവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അമ്പലത്തിലെ ഉത്സവം ചോദിക്കുമ്പോൾ കുട്ടിക്ക് പറയാൻ സാധിക്കണം. ഇത് ടീച്ചേഴ്സ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും സ്പീച്ച് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നമ്മളത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഉദ്ദേശിക്കുന്നത് ഒരു ഡെയിലി ലൈഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടെ കുട്ടി അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും അതിനൊരു ബ്ലോക്കായി നിൽക്കുന്നത് ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒരു പോരായ്മ കൂടിയാണ്. അപ്പൊ അത് കുട്ടികളിലേക്ക് അതുകൊണ്ട് എത്തുന്നില്ല. ഇത് ലാംഗ്വേജ് ഡൊമൈൻ വരുമ്പോഴോ അല്ലെങ്കിൽ പിന്നീടോ നമ്മൾ സംസാരിക്കേണ്ടതാണ്. ഒന്നുകൂടെ ഞാൻ ചേർക്കുന്നു, നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ കുട്ടിയുടെ ഓരോ കാര്യങ്ങളും അനക്ഡോട്ട്സ് എഴുതുന്ന കാര്യം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് റിപ്പോർട്ടിന് 3 ലെവൽസ് ആണ്. എനിക്ക് സാർ അതൊക്കെ പറയും. അപ്പൊ ഇതിലെ കറക്ഷൻ കാര്യം കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ റെക്കോർഡിംഗ് മാത്രമാണെന്ന് ഇവർ വിചാരിക്കും. ന്യൂട്രീഷൻ ഇല്ലാതെ വരുന്ന ഒരു കുട്ടിക്ക് ന്യൂട്രീഷൻ അടുത്ത ഘട്ടത്തിൽ കൊണ്ടുവന്ന് കഴിച്ച് അടുത്ത അസസ്മെന്റ് വരുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം എന്നുള്ളതും കൂടെ ടീച്ചേഴ്സിനെ ഒന്ന് ഓർമ്മപ്പെടുത്തി പോകണം. അതാണ് ഓൾ ത്രൂ ഔട്ട് ദ ഇയർ ആണ് ഇതിന്റെ അസസ്മെന്റ് വരുന്നത്. ഒരു പർട്ടിക്കുലർ ഡേയിലോ ഡേറ്റിലോ ടൈമിലോ ഒന്നുമല്ല എന്നുള്ളത്, കോംപ്രിഹെൻസീവ് അസസ്മെന്റ് ആണ്. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് അസസ്മെന്റിന്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ഈ അസസ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ലേണിങ്ങിനും കൂടി ഉള്ളതാണ്. അതാണ് കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് പറഞ്ഞു പോകുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നൊക്കെ നമ്മൾ ടെക്നിക്കലായിട്ട് പറയും. അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുകയും അത് കുട്ടിയെ കറക്റ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക. കുട്ടിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള, ഫോർ എക്സാമ്പിൾ വളരെ ഹൈജനിക് അല്ലാത്ത അൺഹൈജനിക് ആയിട്ടുള്ള കുട്ടി അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യുകയും അതിനെ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യുകയും അതിന് ഒരു അപ്രീസിയേഷനിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യണം. പ്രോഗ്രസ് കാർഡ് എപ്പോഴും പ്രോഗ്രസിനെയാണ് കാണിക്കേണ്ടത്. അതുള്ള പ്രധാനപ്പെട്ട കാര്യം. മാറ്റങ്ങൾ ഉണ്ടാവണം, ചേഞ്ചസ് ഉണ്ടാവണം, കൂടുതൽ മെച്ചപ്പെട്ട് വരണം. അതെല്ലാ മേഖലകളിലും, അവരുടെ സോഷ്യൽ ഇമോഷണൽ എത്തിക്കൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇനി വരുന്ന കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ, കാരണം നമുക്ക് ഒത്തിരി പറയാൻ അധികം സമയമില്ലാത്തതുകൊണ്ടാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും അത് ഒരു റിഫ്ലക്ഷൻ പോലെ, എന്നാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ കുട്ടിയെ നോക്കിപ്പിക്കാൻ കഴിയണം. അത് നമ്മൾ ടീച്ചറാണ്, നമ്മളാണ് ചെയ്യേണ്ടത്. അത് ഫ്രണ്ട്ലി ആയിട്ട് ആ കറക്ഷൻ കൊടുക്കുകയും ആ കറക്ഷനിലൂടെ കുട്ടി മാറുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെ. ഇനി അടുത്തത് നമുക്ക് വരുമ്പോൾ കൊഗ്നിറ്റീവ് ഡൊമൈനിലേക്കാണ്. നമ്മൾ പലപ്പോഴും ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, പണ്ട് കാലത്ത് ഈ പറയുന്ന എഴുത്തും വായനയും മാത്രം എന്നുള്ളതിന് അപ്പുറമായിട്ട് കൊഗ്നിറ്റീവ് ഡൊമൈന് അതിനേക്കാൾ കുറച്ചുകൂടി സാധ്യതകൾ
ഇവിടെ കാണുന്നുണ്ട്. എങ്കിൽ ഇപ്പോൾ അവിടെയാണ് പ്രധാനമായിട്ട് ലാംഗ്വേജ് ലേണിംഗും ഒക്കെ കോഗ്നിറ്റീവ് ഡൊമൈനിലാണ് വരുന്നത്. അത്തരത്തിലുള്ള അസസ്മെന്റിൽ എനിക്ക് തോന്നുന്നു ബിനീഷ് സാർ അതിനകത്ത് ഒരു എക്സ്പേർട്ടാണ്. കാരണം ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൂടെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു അസസ്മെന്റിലൂടെ തന്നെ കടത്തിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ അതെങ്ങനെ ടീച്ചേഴ്സിന് സാധ്യമാകും എന്നുള്ള കാര്യത്തിലൊക്കെ ബിനീഷ് സാർ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. ഒത്തിരി വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഒക്കെ എടുക്കുന്ന ആളാണ്. ടീച്ചേഴ്സിന് അത് ഗുണം ചെയ്യുന്ന ആളാണ്. പലപ്പോഴും ടീച്ചേഴ്സ് എന്നോട് തന്നെ ചോദിക്കാറുണ്ട് ഈ പറയുന്ന എങ്ങനെയാണ് അസസ്മെന്റ് നടത്തുക ഇതിൻ്റെ കൂടെ. ഈ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്നുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാണ് ടീച്ചേഴ്സിന്. ഇപ്പോൾ ലെറ്റേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു അസസ്മെന്റ് കൂടി അതിനകത്ത് പോകുന്നുണ്ട് ടീച്ചേഴ്സ് ഇൻഡയറക്ട്ലി. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ് റൂം പ്രാക്ടീസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ കുറിച്ച് ഗുണകരമായിരിക്കും. നമ്മൾ അത് ഒരു കാര്യം കൂടെ ഈ കോഗ്നിറ്റീവിന്റെ ഭാഗം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ